ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ തന്നെ അടുത്ത ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ വാരണാസി. മഹേഷ് ബാബു, പൃഥ്വിരാജ്, സുകുമാരൻ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയവർ അഭിനയിക്കുന്ന രാജമൗലി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന വാരണാസി സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം വന്നിരിക്കുകയാണ്. 2027 എന്ന അടുത്ത വർഷം ഏപ്രിൽ 7-ാം തീയതിയാണല്ലോ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ ഇന്നലെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിവിധ ചാനലുകളിലൂടെ എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സിനിമയുടെ ലോഞ്ച് ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് തന്നെ ചിത്രീകരിച്ച ഇന്റർവ്യൂസ് ആണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. അതിലൂടെ പൃഥ്വിരാജിന്റെയും ഒപ്പം തന്നെ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നിവരുടെ എല്ലാം തന്നെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നു. സംവിധായകൻ രാജമൗലിയുടെ സോളോ അഭിമുഖവും ഇതിനോടകം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്. ഇപ്പോഴത്തെ രാജമൗലി സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപ്രകാരം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഒരു 2 ഭാഗം വാരണാസി എന്ന സിനിമയ്ക്കില്ല. ഒറ്റ ഭാഗത്തിൽ തന്നെ കഥ പൂർത്തീകരിക്കും. എന്നാൽ 3 മണിക്കൂർ ഡ്യൂറേഷൻ എല്ലാം തന്നെ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് രാജമൗലി കൺഫേം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റും പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം അന്റാർട്ടിക്കയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായിട്ട് വാരണാസി എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ മാറുകയാണ്. അതുകൂടാതെ സിനിമയുടെ ആകെ ഇതുവരെ 150 ദിവസത്തെ ഷൂട്ടിംഗ് പൂർത്തിയായെന്നും ഇനിയും 50% ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. സെപ്റ്റംബറോടെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടേതായി വന്ന പോസ്റ്ററുകളിൽ പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനാണല്ലോ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാക്കാനാവാതെ പോയത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുംഭ അപകടകാരിയാണ്. വീൽ ചെയർ ട്രോളുകൾക്കെല്ലാം തന്നെ സിനിമ റിലീസ് ആകുന്നതോടെ അവസാനമുണ്ടാകുമെന്ന് കൂടിയാണ് അദ്ദേഹം അറിയിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ആവേശത്തോടെ വാരണാസിയുടെ അടുത്ത വാർത്തകൾക്ക്. ജനനായകൻ സിനിമ എന്തായി, സിനിമയുടെ അപ്ഡേറ്റ് പുതിയതായിട്ട് എന്താണ് വന്നത് എന്നറിയാനായിട്ട് ഒരുപാട് പേരാണല്ലോ ഉറ്റുനോക്കുന്നത്. വിജയ് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ച് ഇനിയും ഒരു പോസിറ്റീവ് വാർത്ത വരേണ്ട സ്ഥലങ്ങളിൽ നിന്ന് നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ആരാധകർ ഇന്ന് വൈകിട്ടോടെ എക്സ് പേജുകളിലെല്ലാം തന്നെ പോസിറ്റീവ് വാർത്ത വരുന്നുണ്ട്, കാത്തിരിക്കുക അതറിയാനെന്നൊക്കെ പറഞ്ഞ ട്വീറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പോസിറ്റീവ് വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ സിനിമയുടെ നിരാശ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നാൽ ജനനായകൻ സിനിമയുടെ റിലീസ് മുടങ്ങിയത് കൊണ്ട് 100 കോടി രൂപയാണ് വേൾഡ് വൈഡ് തിയേറ്റർ ഉടമകൾക്ക് സിനിമ നഷ്ടമുണ്ടാക്കി കൊടുത്തത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനേക്കാൾ ഭീമമായ നഷ്ടമാണ് സിനിമയുടെ നിർമ്മാതാവിനും ചിത്രം നേടിക്കൊടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്നാൽ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസും CBFC ബോർഡ് മെമ്പേഴ്സുമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ അൺഒഫീഷ്യലായിട്ട് നടക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും ഉടനെ തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കുക അടുത്ത വാർത്തകൾക്ക്.